തഹജ്ജുദിന് ശേഷം അല്ലാഹുവോട് എല്ലാ കാര്യങ്ങളും ദുആ ചെയ്തു. സുബ്ഹി നമസ്കാരവും കഴിഞ്ഞു. സുബ്ഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഓരോരുത്തരും ശ്രമിച്ചു നോക്കുക, ഒരു ദിവസം അര ജുസ്ഉ ഖുർആൻ ഓതണം. ഓതാൻ അറിയാൻ വയ്യാത്തവർ വിഷമിക്കേണ്ട, ഖുർആൻ നോക്കി വിടണം. ഒരു ദിവസം അര ജുസ്ഉ. ഒരു ദിവസം അര ജുസ്ഉ എന്ന് പറഞ്ഞാൽ 10 പേജ്, 5 പേപ്പർ. ഇത് കേൾക്കുമ്പോഴും നമ്മുടെ നഫ്സ് പറയും നടക്കുന്ന കാര്യമല്ല. പക്ഷെ നടത്താം എങ്ങനെ? ഒരു പേജ് നമുക്ക് ഓതാൻ മാക്സിമം, എനിക്കാണെങ്കിൽ 1 മിനിറ്റ്, നിങ്ങൾക്കാണെങ്കിൽ പോട്ടെ 2 മിനിറ്റ്. അപ്പൊ ഒരു പേപ്പർ ഓതാൻ 2 പേജ്, ഒരു പേപ്പർ ഓതാൻ 4 മിനിറ്റ്. 5 വക്തത്തിനും ഓരോ പേപ്പർ ഓതുക. ഈസിയായി. ആർക്കാണ് നടക്കാത്തത്? ഈ നടക്കത്തില്ല എന്ന് ആദ്യം പറയുന്നത് ശൈത്താനാണ്. നമ്മുടെ ഈ ശരീരത്തെ, കാരണം എന്തിന് ഈ ശരീരത്തെ പടച്ചതിനാണ്? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അള്ളാഹുവിന്റെ ഇബാദത്ത് എടുക്കാൻ വേണ്ടി അല്ലാതെ മറ്റൊന്നിനും ഈ ശരീരത്തെ പടച്ചിട്ടില്ല. ഇബാദത്തിന് വേണ്ടി പടച്ച ശരീരം പറയുന്നത് എന്നെ കൊണ്ട് നടക്കില്ല. പിന്നെ എന്തിനാ നമ്മളെ കൊണ്ട് പടച്ചു വിട്ടത്? നമ്മുടെ വീട്ടിൽ അടുക്കളയ്ക്ക് ജോലിക്ക് നിൽക്കാൻ വേണ്ടി ഒരു പെണ്ണിനെ വിളിച്ചു. ഡെയിലി അവൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ 1000 രൂപ ശമ്പളം കൊടുക്കുന്നുണ്ട്. വന്നപ്പോഴവൾ പറയാം, ഞാൻ ചോറ് വെക്കില്ല, ഞാൻ കറി വെക്കില്ല, ഞാൻ മുറ്റം തൂക്കില്ല, ഞാൻ തുണി കഴുകില്ല. പിന്നെ നീ എന്താ ചെയ്യുക? ഇവിടെ വരുന്ന പത്രവും വായിക്കും, അതുപോലെ ന്യൂസും കാണും. നിങ്ങളെ ഒന്ന് തൂത്ത് തടയൊക്കെ വെക്കാം, കഴുകി വെച്ചേക്കുന്ന തുണി ഒന്ന് വിരിക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും പറയുക? നിന്നെ വിളിച്ചത് എന്തിനു വേണ്ടിയാ? നിനക്ക് വരുന്ന ശമ്പളം എന്തിനാ? ഇവിടെ അല്ലാഹു നമ്മുടെ ഖുർആനിൽ പറഞ്ഞു, നിന്നെ പടച്ചത് എനിക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടി. നമ്മൾ പറയുന്നു, എന്നെ പഠിച്ച വിവാഹത്തിന് നീ പറയല്ലേ, ഞാൻ സമ്മതിക്കില്ല. എന്നെ പഠിച്ചത് കച്ചവടം ചെയ്യാൻ വേണ്ടി, എന്നെ പഠിച്ചത് തിന്നാനും തൂറാനും വേണ്ടി, എന്നെ പഠിച്ചത് ഉറങ്ങാൻ വേണ്ടി. നീ പറഞ്ഞ വിവാഹത്തിന് എനിക്ക് ചെയ്യാൻ വയ്യ എന്ന് നമ്മൾ അള്ളാഹുവിനോട് പറഞ്ഞാൽ അള്ളാഹു ചിലപ്പോൾ ഒതുക്കൊതുക്കും. ആ ഒതുക്കൊതുക്കാൻ ചിലപ്പോൾ ഇതിന് നമുക്ക് പൊങ്ങി വരില്ല. അവിടെ നമ്മുടെ നെഫ്സിനെ തീർത്തി കീഴ്പ്പെടുത്തുക. ആരെ ജുസ്ഉ ഖുർആൻ. ഇനി ഖുർആൻ ഓതാൻ അറിയില്ല, നിർബന്ധമായും ഒരു ഖുർആൻ വാങ്ങണം. നിങ്ങളുടെ ഡ്രസ്സിന് വേണ്ടി ഇൻഷാല്ലാ ഈ പെരുന്നാൾ എത്ര രൂപ വിളയും? 100-300 രൂപ കൊടുത്താൽ നല്ലൊരു ഖുർആൻ കിട്ടും. ആ ഖുർആൻ വാങ്ങി നിങ്ങളുടെ വീട്ടിൽ വെക്കുക. അതിനുള്ളിൽ നല്ലൊരു അടയാളം വെക്കാൻ ഒരു പേപ്പറും വെക്കുക. വെച്ചതിന് ശേഷം ഒരു ദിവസം 10 പേജിൽ പേരിൽ വെച്ച് നിങ്ങൾ നോക്കി വിടുക. ഖുർആൻ നോക്കൽ ഇബാദത്ത്, ഉമ്മയുടെ മുഖത്ത് നോക്കൽ ഇബാദത്ത്, കഅബ ശരീഫിനെ നോക്കൽ ഇബാദത്ത്. 3 സാധനത്തിനെ നോക്കൽ ഇബാദത്താണ്. അപ്പൊ ഖുർആൻ ശരീഫ് വെറുതെ വരച്ച് കൈകൊണ്ടിട്ട് ഇങ്ങനെ ഓടിച്ചു വിട്ടാൽ മതി. അത് നോക്കിക്കൊണ്ട് ഖുർആൻ ശരീഫ് ഓതിയ കൂലി കിട്ടും. അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ നമുക്ക് പറയാം, എന്റെ ഇമാം ഖുർആനാണെന്ന്. പറഞ്ഞതുപോലെ രാത്രി കൂടുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ലക്ഷ്യം അതാണ്, സൂറത്തുൽ ഫാത്തിഹ കൃത്യമായിട്ട് എത്തിക്കുക. ഒരു 5-6 ദിവസം കൊണ്ട് ഓതാനും പഠിപ്പിക്കുക, അതിന്റെ ആശയം പഠിപ്പിക്കുക. നമ്മൾ നമസ്കാരത്തിൽ ഓതുമ്പോൾ ലൈവായിട്ട് ഫാത്തിഹ ഓതണം. ആ രൂപത്തിലാക്കാൻ ഒരു ശ്രമത്തിലാണ്. നമ്മൾ വിജയിപ്പിക്കുമാറാകട്ടെ. ശരി, ഏതാണെങ്കിലും പ്രിയമുള്ളവരെ അത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ എന്തായി? ഈ പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരും അര ജുസ്ഉ ഖുർആൻ സൗകര്യം പോലെ എപ്പോഴെങ്കിലും ഓതുന്നു. അത് ഈ നഫ്സിനോടൊന്ന് പറയുക. കൃത്യസമയത്ത് നീ ഓതിയില്ലെങ്കിൽ രാത്രി ഓതാതെ പിന്നെ ഉറക്കില്ല. ഒരു ദിവസം പിടിച്ചു നോക്കുക, രാത്രി 10 മണിക്കാണ് വന്നത്. ശരീരത്തോട് പറഞ്ഞത് ഖുർആൻ ഓതിയോ? ഇല്ല. നമുക്ക് ഓതാൻ മാറ്റിയിരുന്ന് രാത്രി 10 മണിക്കൊന്ന് ഖുർആൻ ഓതിച്ചു നോക്ക്. നാളത്തെ ദിവസം രാവിലെ സുബഹിക്ക് തന്നെ ശരീരം പറയും, ഒന്നുമോനെ നേരത്തെ ഓതിക്കോ, എന്റെ ഉറക്കത്തിന് പ്രശ്നമാണ്. കാരണം നമ്മൾ ചവിട്ടാൻ തുടങ്ങുമ്പോൾ അത് നമ്മളിലേക്ക് തിരിച്ചു വരും. അങ്ങനെ ഇൻഷാ അല്ലാഹ് അര ജുസ്ഉ ഖുർആൻ ഓതാൻ അവസ്ഥ വരുന്നത്. ഇൻഷാ അല്ലാഹ് സമയമാകുമ്പോൾ നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം. റമദാൻ കഴിയുമ്പോൾ ഈ ഒരു ചാർട്ടിൽ വരണം. അത് സിമ്പിളാണ് കാര്യങ്ങൾ, പറയുമ്പോൾ ഇങ്ങനെ പോകുന്നു മാത്രമേ ഉള്ളൂ. അതെല്ലാം കൂടെ ചെറുതാക്കി എടുത്താൽ വളരെ സിമ്പിളാണ്. അപ്പൊ അര ജുസ്ഉ എന്ന ഖുർആനുമായി ബന്ധത്തിന് വേണ്ടി നാളെ ഖബറിൽ ചെന്ന് കിടക്കുമ്പോൾ ഒരു ചോദ്യമുണ്ട്. ഈ മാമുക്ക നിന്റെ വഴികാട്ടി ഏതാടാ? ഒരു ചോദ്യം അല്ലാഹു ചോദിക്കും. ആ ചോദ്യം ചോദിക്കുമ്പോൾ പറയട്ടെ, ഖുർആനാണ് എന്റെ വഴികാട്ടി. ജീവിതത്തിൽ ഖുർആൻ കൈകൊണ്ടെടുക്കാത്തവൻ അവിടെ നിന്നിട്ട് എങ്ങനെയാ പറയുക ഖുർആനാണ് എന്റെ വഴികാട്ടി എന്ന്? സൂറത്തുൽ ഫാത്തിഹയുടെ ആശയം പോലും പഠിക്കാത്ത നമ്മൾ എങ്ങനെ അവിടെ നിന്ന് മലക്കളോട് പറയുക ഖുർആനാണ് എന്റെ വഴികാട്ടി എന്ന്? അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ലൊരു ജീവിതത്തെ മുന്നിലേക്ക് കൊണ്ടുവന്ന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് പറഞ്ഞതുപോലെ മനുഷ്യഭൂതവർഗത്തെ പടച്ചത് എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ ആ രൂപത്തിൽ നമ്മുടെ ശരീരത്തെ മെരുക്കിയെടുക്കാനും നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കും.